മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് പള്ളിക്കത്തോട് കൂരാലി റൂട്ടിലേക്ക് ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഏകദേശം അടുത്തായിട്ടാണ്. അത് നല്ലൊരു ടൗൺഷിപ്പുമായിട്ട് അടുത്ത് വരുന്ന രീതിയിൽ തന്നെ നല്ലൊരു 9 സെന്റ് സ്ഥലത്തിൽ നല്ലൊരു അടിപൊളി വീടാണ് പണി തീർത്തിട്ടിരിക്കുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മടിക്കരുത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കടകൾ അടുത്തുണ്ട്, പള്ളി അടുത്തുണ്ട്, അമ്പലം അടുത്തുണ്ട്, സ്കൂൾ അടുത്തുണ്ട് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു നോക്കത്താവുന്ന ദൂരത്ത് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു വീട്. ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ബാക്കി വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ ടാർ റോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. 2 വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരെണ്ണം പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടവും ഒരെണ്ണം പണി ഫിനിഷ് ചെയ്ത വീടുമാണ്. അപ്പോൾ പണി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക. ഇവിടെ നല്ലൊരു മുറ്റം, ഇൻ്റർലോക്കൊക്കെ പാകിയ നല്ലൊരു മുറ്റമുണ്ട്. ആ മുറ്റത്തിനകത്തു നിന്ന് നമുക്ക് നല്ലൊരു വ്യൂവോടുകൂടി നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ലൊരു വണ്ടിയൊക്കെ കയറ്റിയിടാൻ പാകത്തിന് കിട്ടുന്ന രീതിയിലുള്ള നല്ല ഒരു മുറ്റങ്ങൾ നമുക്കിവിടെ കാണാം. കാർ പോർച്ച്, സാമാന്യം നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കിണറൊന്ന് കാണുവാനായിട്ട് പോകാം. ഈ വീടിൻ്റെ കിണർ എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡിലോട് ചേർന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ കിണർ കാണുവാനായിട്ട് നമുക്കൊന്ന് പോകാം. ചുറ്റോടിയേറ്റുമുള്ള ജനൽപ്പാളികൾ നമുക്കിവിടെ കാണാം. ജനൽപ്പാളികൾ മുഴുവൻ തേക്കിൻ്റെ തടി കൊണ്ടുള്ളൊരു ജനൽപ്പാളിയാണ്. ഇത് നമ്മുടെ കിണർ, പറ്റാത്ത കിണർ, വെള്ളമുള്ളൊരു മേഖലയാണ്. വീണ്ടും നമ്മൾ ചുറ്റുവട്ടം വഴി കടന്ന നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ്. നല്ലൊരു പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന ഒരു നല്ലൊരു പ്രദേശത്തോടെയാണ് നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നല്ലൊരു പോയിൻ്റ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ആദ്യത്തെ പില്ലറൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പില്ലർ നല്ലൊരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പില്ലർ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ജനൽപ്പാളികൾ നമുക്ക് കാണാം. ജനൽപ്പാളികളെല്ലാം തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ഇവിടെ കാണുക. ചുറ്റോടിയിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കിണർ കാണുവാനൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ നമ്മൾ കണ്ടു ജനൽപ്പാളികളെല്ലാം തേക്കാണെന്ന് കണ്ടു. ഇത് ഫ്രണ്ട് ഡോറ് തേക്കിൻ തടി കൊണ്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല ഇലക്ട്രിക് ഫാനാണ് ഇവിടെ കൊടുത്തിരിക്കുക. അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത്. വിശാലമായ സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും തമ്മിലുള്ളൊരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ നേരെ കാണാം. മുകളിൽ നല്ലൊരു ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ കാണാം. ഇവിടെ ചെറിയൊരു രൂപക്കൂടിൻ്റെ പോയിൻ്റാണ് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളാണ്. ഡൈനിങ് ഹോളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു ജിപ്സം വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ജിപ്സം വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഡൈനിങ് ഹോളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. അപ്പോൾ വലത്തേക്ക് നമ്മൾ തിരിഞ്ഞ് ആദ്യത്തെ ബെഡ്റൂം ഇതുണ്ട്. 4-3-7 പാളി ജനലാണ് ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ വായുസഞ്ചാരം ഏറ്റവും ഉചിതമായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള വായുസഞ്ചാരം ലഭിക്കുന്ന നല്ലൊരു മേഖലയാണ്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഒരു ചെറിയ കബോർഡുകൾ ഇവിടെ കാണാം. പ്ലാവിൻ്റെ തടി കൊണ്ടാണ് കബോർഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുക. നല്ലൊരു ഡിസൈനാണ് പ്ലാവ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ഇപ്പോഴാണ്.
കാരണം അധികം ആരും ഉപയോഗിക്കാറില്ല കബോർഡ് ചെയ്യാനായിട്ട് പ്ലാവിൻ തടി. കാരണം അത് എൻ്റെ ഒരു ഡിസൈൻ തേക്ക് അല്ലെങ്കിൽ മഹാഗണി എന്നൊക്കെയാണ്. പക്ഷേ പ്ലാവിൻ്റെ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഗംഭീരമായൊരു ഡിസൈനാണ്, ഏറ്റവും മനോഹരമായൊരു ഡിസൈനാണ്. ഇവിടെ നമ്മുടെ മിറർ ലാമ്പ് എല്ലാം കാണാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. അവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമുകളാണ് ഇനി നമുക്ക് കാണുവാനായിട്ടുള്ള. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോളാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ നല്ല വലിപ്പമുള്ള 2 ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമാണ് ഡൈനിങ് ഹോളിന്. വാഷ് ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുക, കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ TV കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുക. അപ്പോൾ ഈ വീടിൻ്റെ വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു 57 ലക്ഷം രൂപയാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. മറ്റാർക്കും തരാൻ പറ്റാത്തൊരു ഓഫർ മിനിച്ചിൽ ഹോംസ് തരുന്നത്. നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ലോൺ വേണമെങ്കിലും അത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ലോൺ എല്ലാം എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഫുൾ എമൗണ്ട് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫുൾ എമൗണ്ട് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീടിന്. അങ്ങനെ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ടോയ്ലറ്റൊക്കെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഡോറുകളൊക്കെ പ്ലാവിൻ്റെ ഡോറുകളാണ് ഇടക്കഥകളായിട്ട് ഉപയോഗിച്ചിരിക്കുക. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഈ വീട്ടിലേക്ക് നമുക്ക് ഷോപ്പിലേക്കൊക്കെ പോകുവാനായിട്ട് വെറും ഒരു 400 മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഷോപ്പുകളിലേക്ക് പോകുവാനായിട്ട്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകണമെന്നുള്ളവർക്ക് ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകണമെന്നുള്ളവർക്ക് ഒരു 500 മീറ്റർ ദൂരം ക്രിസ്ത്യൻ ചർച്ച്. അമ്പലം വേണമെന്ന് അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം ഒരു 800 മീറ്റർ ദൂരം അമ്പലം. അതുപോലെ തന്നെ പൊൻകുന്നം ടൗണുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 കിലോമീറ്റർ ദൂരമായിരിക്കും. പള്ളിക്കത്തോട്, അതുപോലെ തന്നെ എളംകുളം, പൈക, അതുപോലെ പാല, ഇങ്ങനെയുള്ള എല്ലാ ടൗണുകളും നിയറസ്റ്റ് തന്നെയാണ്. സ്കൂൾ ബസ്സുകളെല്ലാം ഇതുവഴി വരുന്നതാണ്. എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നതാണ് സ്കൂളുകളിലേക്ക്.
വെള്ളം കയറാത്തതും എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികളൊന്നുമില്ലാത്തതുമായ നല്ലൊരു മേഖല തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തടി കൊണ്ടുള്ള നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന, നല്ല പോളിഷൊക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ നല്ലൊരു വീട്, നല്ലൊരു ഏരിയ, അതുകൊണ്ട് പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കൂ. അപ്പോൾ പുത്തൻ വീഡിയോ എത്തുന്നവരേക്കും ഗുഡ് ബൈ.